സൂര്യവംശം എന്നുള്ള രാജവംശത്തിലെ മിത്രസഹൻ എന്നുള്ളതായിരിക്കുന്ന രാജാവ് വസിഷ്ഠ മുനിയുടെ ശാപത്താൽ രാക്ഷസനായി മാറുന്നു. 12 വർഷം രാക്ഷസനായി പോകട്ടെ എന്നുള്ളതായിരിക്കുന്ന മുനിയുടെ ശാപവചസ്സുകൾ ഏറ്റുവാങ്ങിയ രാജാവ് രാക്ഷസനായി മാറിയതിനു ശേഷം കൊട്ടാരത്തിൽ നിന്നും കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ മല പോലെ കറുത്തിരുണ്ട ശരീരവും ഉഗ്രമായ ദംഷ്ട്രകളും ചുവന്ന തലമുടിയും രൂക്ഷമായ കണ്ണുകളും ഭീകരങ്ങളായിരിക്കുന്ന ഭുജങ്ങളും കൊണ്ട് രാക്ഷസനായി മാറിയ കൽമഷപാതൻ കാനനം മുഴുവൻ യഥേഷ്ടം വിഹരിച്ചു നടന്നു. മനുഷ്യരെ പിടിച്ച് രക്തം കുടിച്ച് മാംസം ഭക്ഷിച്ചു പോന്ന അവൻ സകലരിലും ഭീതി ജനിപ്പിച്ചുകൊണ്ട് സകല ദിക്കിലും പാഞ്ഞു നടന്നു. താപസന്മാരെ പോലും അവൻ വെറുതെ വിട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ സൗന്ദര്യശാലികളായ താപസ ദമ്പതികൾ വസിക്കുന്ന ആശ്രമത്തിൽ കടന്നു ചെന്നു. എന്നിട്ട് അവൻ അവിടെയുള്ള ബ്രാഹ്മണനെ കൊന്നു തിന്നാൻ ഭാവിക്കുകയും ചെയ്തു. ഇത് കണ്ട ബ്രാഹ്മണകുമാരി വാവിട്ട് നിലവിളിച്ചുകൊണ്ട് രാക്ഷസനോട് തൻ്റെ പതിയെ വെറുതെ വിടുവാൻ വേണ്ടി അപേക്ഷിച്ചു. ജ്ഞാനിയായ ആ പതിവ്രതയ്ക്ക് രാക്ഷസന്റെ പൂർവജന്മകഥ അറിയാമായിരുന്നു. അവൾ ആ കഥകളെല്ലാം തന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി ആ രാക്ഷസനെ ക്രൂരകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു. എങ്കിൽ തന്നെയും അതൊന്നും തന്നെ കേൾക്കാതെ അവൻ ആ ബ്രാഹ്മണനെ കൊന്നു ഭക്ഷിക്കുക തന്നെ ചെയ്തു. വിധവയായ ആ മുനിപത്നി വാവിട്ട് കരഞ്ഞുകൊണ്ട് ചിതയൊരുക്കി. എന്നിട്ട് രാക്ഷസനെ നോക്കി ശപിച്ചു. ദുർബുദ്ധിയായ രാക്ഷസ, എപ്പോഴാണോ നീ ഒരു സ്ത്രീയെ തൊടുന്നത് അന്ന് നിനക്ക് നാശമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ സതീരത്നം ഭർത്താവിനോടൊപ്പം വീരസ്വർഗം പോകി. ഇപ്രകാരം കാട്ടിൽ രാക്ഷസനായി അലഞ്ഞു തിരിഞ്ഞ കൽമഷപാതൻ 12 വർഷം കഴിഞ്ഞതിന് ശേഷം ശാപമോക്ഷം സിദ്ധിച്ച് രാക്ഷസരൂപം മാറി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. മഹാരാജാവിന്റെ രൂപത്തിൽ എത്തിച്ചേർന്ന രാജാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി കൊട്ടാരവാസികളെല്ലാം തന്നെ കൊട്ടാരത്തിന്റെ മുൻപിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഭാര്യയെ കണ്ട് ഭാര്യയെ സ്നേഹപൂർവ്വം പുണരുവാൻ അടുത്തു ചെന്നപ്പോൾ താപസപത്നിയുടെ ശാപത്തെക്കുറിച്ച് മുൻപേ അറിഞ്ഞിരുന്ന ദമയന്തി അകന്നുമാറി. എന്നിട്ട് രാജാവിനെ ശാപത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട രാജാവിന് തൻ്റെ ചെയ്തികളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ദുഃഖമുണ്ടായി. അദ്ദേഹം രാജ്യവും കൊട്ടാരവുമെല്ലാം തന്നെ ഉപേക്ഷിച്ച് സന്യാസിയായി തപസ്സിന് പുറപ്പെട്ടു. എല്ലാവിധ മാനസിക വ്യാപാരങ്ങളും ത്യജിച്ച് സുഖങ്ങൾ ഉപേക്ഷിച്ച് ശുദ്ധഹൃദയനായി കാനനത്തിൽ ചെന്ന് താപസവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടു. അങ്ങനെ തപോനിഷ്ഠയോടുകൂടി അദ്ദേഹം കഴിഞ്ഞു വരവേ ഒരു ദിവസം അതിഭയങ്കരിയായ ഒരു പിശാചിക രാജാവിനെ വിഴുങ്ങാനായി അടുത്തു വന്നു. രാക്ഷസനായിരുന്ന സമയത്തിൽ താപസകുമാരനെ വധിച്ചതിൽ നിന്നുണ്ടായ ബ്രഹ്മഹത്യാ പിശാചികയാണ് അത് എന്ന് മനസ്സിലാക്കിയ രാജാവ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഭയന്നോടി. പിശാചികയിൽ നിന്ന് രക്ഷ നേടാനായി അദ്ദേഹം പല പല പുണ്യക്ഷേത്രങ്ങളിലും പുണ്യതീർത്ഥങ്ങളിലുമെല്ലാം തന്നെ ദർശനം നടത്തുകയും സ്നാനം ചെയ്യുകയും ചെയ്തു. പല പല ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച അദ്ദേഹം ഒടുവിൽ വിദർഭ രാജധാനിയിൽ എത്തിച്ചേർന്നു. ആ പിശാചിക പക്ഷേ അപ്പോഴും രാജാവിനെ പിന്തുടരുക തന്നെയായിരുന്നു. എന്ത് ചെയ്തിട്ടും രക്ഷയില്ലാതെയായ രാജാവ് ആകെ പരിഭ്രാന്തനായി തീർന്നു. ആ സമയത്തിലാണ് അദ്ദേഹം ഗൗതമമുനിയെ കാണുവാൻ ഇടയായത്. ഗൗതമമുനിയെ വണങ്ങിയ രാജാവിനോട് മുനി കൊട്ടാരത്തിലെ കാര്യങ്ങൾ വിശേഷങ്ങൾ അന്വേഷിച്ചു. മുനിയെ താണു തൊഴുത് രാജാവ് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ മുനിയോട് പറഞ്ഞു കൊടുത്തു. ഗൗതമമുനിയുടെ ആശ്വാസവാക്കുകൾക്കിടയിൽ അദ്ദേഹം തുടർന്നു. മഹാമുനി, എന്റെ ദോഷം കൊണ്ട് വന്നു ചേർന്ന ബ്രഹ്മഹത്യാ പിശാചിക എന്നെ വിഴുങ്ങാനായി എന്റെ പിന്നാലെ തന്നെയുണ്ട്. ആ ഭയങ്കരമായുള്ള രൂപം മറ്റാർക്കും കാണുവാൻ കഴിയില്ല. അല്ലയോ മഹാമുനി, ഞാൻ പല പല യാഗങ്ങളും യജ്ഞങ്ങളുമെല്ലാം തന്നെ നടത്തി എന്റെ കഴിവിന്റെ പരമാവധി ദാനം ചെയ്തു. ഈ ഭൂമിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും ദർശനവും നടത്തി കഠിനമായ തപസ്സും ചെയ്തു. എന്നിട്ടും ഈ ദുഷ്ടപിശാച് എന്നെ വിട്ട് പോകുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവസമാനനായ അങ്ങ് എനിക്കൊരു മാർഗനിർദ്ദേശം തരയണമേ എന്ന് രാജാവിന്റെ ദയനീയമായുള്ള അപേക്ഷ കേട്ട് ഗൗതമമുനി ഇപ്രകാരം അരുളി ചെയ്തു. മഹാരാജാവേ, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. അങ്ങയുടെ ദുഃഖം അകലുവാൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുക. ഭക്തജനങ്ങളിൽ കാരുണ്യം ചൊരിയുന്നവനും
ഭക്തിയും മുക്തിയും നൽകുന്നവനുമായ ശ്രീ മഹാദേവൻ അങ്ങയെ രക്ഷിക്കുവാൻ ഒരു വഴി നിശ്ചയമായും കാണിച്ചു തരുന്നതാണ്.